ഹായ്, എല്ലാവരുടെയും പഠനം ഉഷാറായി നടക്കുകയല്ലേ? അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വാണ്ടം നമ്പേഴ്സാണ് പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അറ്റോമിക് ഓർബിറ്റും ഓർബിറ്റിൽസിനെ പറ്റി പഠിക്കണം. അതുപോലെ നമുക്ക് കുറച്ച് റൂളുകളൊക്കെ ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പിന്നെ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളും അങ്ങനെയൊക്കെയുള്ള അതൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് അറ്റോമിക് ഓർബിറ്റലുകളുടെ ആകൃതിയെപ്പറ്റി നോക്കാം. ഒരു ആറ്റത്തിലെ ഇലക്ട്രോൺ തരംഗഫലനത്തിന് ഭൗതികമായ അർത്ഥമൊന്നുമില്ല. അത് ഇലക്ട്രോൺ കോർഡിനേറ്റുകളെ സൂചിപ്പിക്കുന്ന അടുത്ത പോയിന്റ് നോക്കാം. വിവിധ ഓർബിറ്റുകളുടെ തരംഗഫലനങ്ങൾ ന്യൂക്ലിയസിൽ നിന്നുള്ള അകലത്തെ അടിസ്ഥാനമാക്കി വരയ്ക്കുന്ന ഗ്രാഫുകളും വ്യത്യസ്തമാണ്. നമുക്കിപ്പോൾ ഗ്രാഫിൻ്റെ പിക്ചറിലേക്ക് നോക്കാം. ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനായ മാക്സ് ബോൺ പറയുന്നത് വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തരംഗഫലനം, തരംഗഫലനത്തിൻ്റെ വർഗം, അതായത് സൈ എന്ന അക്ഷരം കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തരംഗഫലനത്തിൻ്റെ വർഗം സൈ സ്ക്വയർ. ആ ബിന്ദുവിലെ ഇലക്ട്രോൺ സംഭവ്യത സാന്ദ്രത നൽകുന്നു. അതായത് സൈ സ്ക്വയർ എന്ന് പറയുന്നത് സംഭവ്യത സാന്ദ്രത എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ പ്രൊബബിലിറ്റി ഡെൻസിറ്റിയാണ് കേട്ടോ. ഇലക്ട്രോണിനെ ഫൈൻഡ് ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു സ്ഥലത്തെയാണ് നമ്മൾ പ്രൊബബിലിറ്റി ഡെൻസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്, നൽകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ 1s 2s ഓർബിറ്റലിൻ്റെ ആരം അടിസ്ഥാനമാക്കിയുള്ള സൈ സ്ക്വയറിൻ്റെ വിചാരണമാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. 1sഉം 2sഉം രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രാഫല്ലേ തന്നിരിക്കുന്നത്. 1s ഓർബിറ്റലിന് ഏറ്റവും ഉയർന്ന പ്രൊബബിലിറ്റി ഡെൻസിറ്റി ന്യൂക്ലിയസിലാണ്. 1s ഓർബിറ്റലിന് ഏറ്റവും ഉയർന്ന ഇലക്ട്രോണിനെ കാണുവാൻ സാധ്യതയുള്ള ആ ഒരു പ്ലേസ് എന്ന് പറയുന്നത് എവിടെയാണ്? ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിൽ നിന്ന് അകലും തോറും അത് എങ്ങനെയാണ്? ഗണ്യമായി കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. 2sൽ ആണെങ്കിലോ, 2sൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഓർബിറ്റലിൻ്റെ സംഭവിത സാന്ദ്രത തുടക്കത്തിൽ ഗണ്യമായി കുറയുന്നു. ഗ്രാഫിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഗണ്യമായി കുറയുന്നു. പിന്നെ അത് 0 അതിനുശേഷം വർദ്ധിച്ച് ചെറിയൊരു ഉയർച്ചയിലെത്തുകയും ചെയ്യുന്നു. സംഭവിത സാന്ദ്രത ഫലനം 0 തീരുന്ന മേഖലകളാണ് നമ്മൾ നോഡൽ ഉപരിതലം അല്ലെങ്കിൽ നോഡൽ പ്ലേസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രോൺ കറങ്ങുന്ന ഒരു നിശ്ചിതമായൊരു പാതയുണ്ടല്ലോ, ഒരു ഫിക്സഡ് പാത്തുണ്ട്. ആ പാത്തിനെയാണ് നമ്മൾ ഓർബിറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇലക്ട്രോണിനെ കാണാൻ സാധ്യതയുള്ള ഒരു സ്ഥലമുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഓർബിറ്റൽ എന്ന് പറയുന്നത്. അതൊരു ഇമാജിനറി പ്ലേസ് ആണ് ഈ ഓർബിറ്റൽ എന്ന് പറയുന്നത്, ഇലക്ട്രോണിനെ കാണാൻ സാധ്യതയുള്ള പ്ലേസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ ഓർബിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ സൈ സ്ക്വയർ എന്താണ്? തരംഗഫലനം അല്ലേ, അല്ലെങ്കിൽ വേവ് ഫംഗ്ഷൻ. അതിന് വേവ് ഫംഗ്ഷൻ്റെ സ്ക്വയറിന് ആനുപാതികമാണ് കേട്ടോ. തരംഗഫലനത്തിന് 2 പാർട്ടുകളാണുള്ളത്, റേഡിയൽ പാർട്ടും ഉണ്ട്, ആംഗുലർ പാർട്ടും ഉണ്ട്. അപ്പോൾ റേഡിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ഓർബിറ്റലിൻ്റെ സൈസിനെ സൂചിപ്പിക്കുന്നതാണ്. ആംഗുലർ പാർട്ട് എന്ന് പറഞ്ഞാൽ ഷേപ്പും ഓറിയൻറ്റേഷനും നൽകുന്നു കേട്ടോ. ഓറിയൻറ്റേഷനും ഷേപ്പും നൽകുന്നത് ആംഗുലർ പാർട്ടാണ്. നമ്മുടെ തരംഗഫലനം എന്ന് പറയുന്നത് സൈ സ്ക്വയർ അല്ലേ, അത് എന്ന് പറയുന്നത് പ്രൊബബിലിറ്റി ഓഫ് ഇലക്ട്രോൺ ഫൈൻഡിങ് ആണ്. ഇലക്ട്രോൺ സംഭവ്യത അല്ലേ, ഇലക്ട്രോൺ സംഭവ്യത സാന്ദ്രത നൽകുന്നു അല്ലേ, അതാണ് പ്രൊബബിലിറ്റി ഓഫ് ഇലക്ട്രോൺ ഫൈൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോഡുകൾ 2 തരമുണ്ട്. നോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺ ഇല്ലാത്ത പ്ലേസിന് നോഡ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് 2 തരമുണ്ട്. നോട്ട്സ് 2 തരമുണ്ട്. റേഡിയൽ നോഡ്സും ആംഗുലർ നോഡ്സും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ നമുക്ക് റേഡിയൽ നോഡും ആംഗുലർ നോഡും എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഇക്വേഷനാണ് കേട്ടോ ഞാൻ ഇതേ നോട്ടിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ആ റേഡിയൽ നോഡിനെയാണ് നമ്മൾ സൈ r = n-1 1s ഓർബിറ്റലിൻ്റെ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് എഴുതിയേക്കുന്നത് കേട്ടോ. ആംഗുലർ നോഡ് l = 0 ആയാൽ റേഡിയൽ നോഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? n-1 - l = n-1 - 0 = n എന്ന് പറയുന്നത്
വണ്ണാണ്. 1s ഓർബിറ്റലിൽ 1 അല്ലേ, അപ്പോൾ 0 കേട്ടോ. നോക്കി രണ്ടാമത്തെ ഇപ്പോൾ നമ്മൾ 2s ഓർബിറ്റൽ എടുക്കുകയാണെങ്കിൽ L 0 ആയിട്ട് എടുക്കുന്നു. അവിടെ എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് വരും? എന്നിൻ്റെ സ്ഥാനത്ത് 2 വരും. അങ്ങനെയാണെങ്കിൽ 2sലാണെങ്കിൽ 1 വരുന്നു ആൻസർ. ഓക്കെ. ഇനി നമുക്ക് അടുത്തായിട്ട് എനർജി ഓഫ് ഓർബിറ്റൽസ് ആണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് 1 ഇലക്ട്രോൺ സ്പീഷീസ് ഉണ്ട്, മൾട്ടി ഇലക്ട്രോൺ സ്പീഷീസ് ഉണ്ട്. അപ്പോൾ അതായത് ഒരു ഇലക്ട്രോൺ ഹൈഡ്രജൻ്റെ ഒക്കെ പോലുള്ള അങ്ങനെയുള്ളവരുടെ കേസിൽ എങ്ങനെയായിരിക്കും നമുക്ക് എസ് ഓർബിറ്റലിൻ്റെ കാര്യം എടുക്കാം. എസ് ഓർബിറ്റലിൻ്റെ കാര്യത്തിൽ എസ്സിനാണ് എനർജി എങ്ങനെ കുറവ് അല്ലേ. ഓരോ ലെവലിലേക്ക് പോകുന്നതോറും നമുക്കറിയാം 1sലാണെങ്കിലും 1sൽ നിന്ന് 2sലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ 2p അങ്ങനെ ഓരോ ഇതിലേക്ക് പോകും തോറും എനർജി എന്താ ചെയ്യുന്നത്? കൂടി വരികയാണ് അല്ലേ. അപ്പോൾ ഏറ്റവും എനർജി കുറവ് 1sനാണ്. ഇനി നമുക്ക് എനർജി എങ്ങനെ കണ്ടുപിടിക്കുന്നത്, എനർജി ഏത് ഓർബിറ്റലിനാണ് ശരിക്കും കൂടുതൽ കുറവ് എന്നൊക്കെയുള്ളത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ n+l എന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്. മറ്റേ L നമുക്കറിയാം എന്താണ്? അസമുദ്ര ക്വാണ്ടം നമ്പർ അല്ലേ. അത് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ചില കേസിൽ 1s ആയിക്കോട്ടെ അല്ലെങ്കിൽ 2s 2p ഒക്കെ എന്താണെങ്കിലും ഇപ്പോൾ 2pയും 3sഉം എടുക്കുകയാണ്, രണ്ട് നമ്മുടെ ഓർബിറ്റിൽ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിന് ഈക്വൽ എനർജി ആയിട്ട് വരാം. അപ്പോൾ അന്നേരം നമുക്ക് കൺഫ്യൂഷൻ ആകും. രണ്ടിനും ഈക്വൽ എനർജിയാണ്. n+lൻ്റെ ഇക്വേഷൻ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ രണ്ടിനും ഒരേ ഇത് വരും, ഒരേ വാല്യൂ വരും. അപ്പോൾ ഈക്വലായിട്ട് വരുന്ന കഴിയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആകും, അയ്യോ ഇതിനകത്ത് ഏതിനായിരിക്കും അറിയത്തില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നോക്കണം. 2pയുടെ കേസിൽ 3sൻ്റെ കേസിലും 2, 3 എന്ന് പറയുമ്പോൾ അതിനകത്ത് വലുത് ഏതാണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വലുത് 3 ആണ് അല്ലേ. അപ്പോൾ അതിനകത്ത് 3ക്കായിരിക്കും കൂടുതൽ എനർജി ഉള്ളത്. അങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഏത് ഓർബിറ്റലിനാണ് എനർജി കൂടുതലോ കുറവെന്നുള്ളത് കണ്ടുപിടിക്കാം. സമോർജിത ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ ഈക്വൽ എനർജിയുള്ള ഓർബിറ്റൽസിനെയാണ് നമ്മൾ സമോർജിത ഓർബിറ്റലുകൾ എന്ന് പറയുന്നത് കേട്ടോ. n+l വെച്ചിട്ടാണ് നമ്മൾ n+l എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് n+l എന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അതിനകത്ത് ഇപ്പോൾ 1sൻ്റെ കാര്യം നമുക്ക് എടുക്കുകയാണെങ്കിൽ 1s ആണ് എടുക്കുന്നതെങ്കിൽ നോക്കി n+l കണ്ടുപിടിക്കുകയാണെങ്കിൽ n+l ഈസ് ഈക്വൽ ടു n എന്ന് പറയുമ്പോൾ ഇവിടെ 1 ആണ്. L നമുക്ക് എന്താ s അല്ലേ, s ആയതുകൊണ്ട് 0 ആയിട്ട് എടുക്കാം. അതുകൊണ്ട് എന്ത് കിട്ടുന്നു? ആൻസർ 1 എന്ന് കിട്ടുന്നു. എങ്ങനെയാണെങ്കിൽ 2sൻ്റെ കാര്യത്തിൽ വരുമ്പോഴോ എങ്ങനെ വരും? n+l ചെയ്യുമ്പോൾ n ഇവിടെ എത്രയാണ്? 2 ആണ്. എല്ലിൻ്റെ കാര്യത്തിൽ വരുമ്പം L അത് നമ്മൾ s തന്നെയല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ 0 ആണ്. അതുകൊണ്ട് ഇവിടെ വരുമ്പോഴത്തേനും 2 + 0 2 എന്ന് തന്നെ കിട്ടുന്നു അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ 2p ആണ് എടുക്കുന്നതെങ്കിൽ 2pയുടെ കാര്യത്തിൽ നോക്കി 2 + 1 വരും, 3 വരും ആൻസർ അല്ലേ. n+l ചെയ്യുമ്പോൾ എങ്ങനെയാണ്? 3sൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് വരുന്നത്? 3sൻ്റെ കാര്യത്തിൽ വരുമ്പോൾ എങ്ങനെ വരും? എസ് ആയതുകൊണ്ട് എല്ലിൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കും? 0 ആണ്. അപ്പോൾ 3 വരും. നോക്കിക്കേ, ഞാൻ കുറച്ച് നേരം പറഞ്ഞില്ലായിരുന്നോ? 2pയുടെ കേസിൽ 3 വന്നു, ഇവിടെയും 3 വന്നു. അപ്പോൾ രണ്ടും 3 വന്നപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആകും, ഏതിനാണ് ഈക്വൽ എനർജി ആണല്ലോ രണ്ടിനും എന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഇതിനകത്ത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 2pയുടെ കേസിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്നാണ് വന്നെ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എത്രയാണ്? 2 ആണ്. ഇവിടെ 3sൻ്റെ കാര്യത്തിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എത്രയാണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 3 ആണ്. അപ്പം 3 ആണോ 2 ആണോ വലുതെന്ന് നമുക്ക് പറയാം അല്ല, അറിയാം. അപ്പോൾ അതിനകത്ത് ഏതായിരിക്കും വലിയ എനർജി കൂടുതൽ? ഏതിനാണ്? നമ്മുടെ 3sനാണ് എനർജി കൂടുതൽ വരുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ രീതിയിൽ വേണം നമ്മളത് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നിൻ്റെ എനർജി n+l എന്ന ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് സഫല ന്യൂക്ലിയർ ചാർജ് എന്താണെന്ന് നോക്കാം. സഫല ന്യൂക്ലിയർ ചാർജ് എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്, അതാണ് കേട്ടോ. ഇംഗ്ലീഷ് ടേം എല്ലാവർക്കും അറിയാമായിരിക്കും, മലയാളം ടേം ആയതുകൊണ്ടാണ് കേട്ടോ ഒരു തോന്നുന്നത്. ഇവിടെ നോക്കിക്കേ,
ആദ്യത്തെ ഞാൻ തന്നിരിക്കുന്നത് ഹൈഡ്രജൻ അല്ലേ. ഹൈഡ്രജൻ്റെ അകത്ത് ഒരു ഇലക്ട്രോണേ ഉള്ളൂ അല്ലേ. അപ്പോൾ അവിടെ നോക്കി ഹൈഡ്രജന് അത് ഒരു ഇലക്ട്രോൺ ഉള്ളതിനാൽ ഒരു ഇലക്ട്രോണിൻ്റെയും ആ ന്യൂക്ലിയസിൻ്റെയും ആ ഒരു തമ്മിലുള്ള അട്രാക്ഷൻ മാത്രമാണ് അവിടെ ഉള്ളത് അല്ലേ. അല്ലാണ്ട് വേറെ അവിടെ ഒരു റിപ്പൽഷൻ്റെ ഇതില്ല. ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ളൊരു അട്രാക്റ്റീവ് ഫോഴ്സ് അത് മാത്രമാണ് ഇവിടെ ഉള്ളൂ ഹൈഡ്രജൻ്റെ കേസിൽ. എന്നാൽ ഇവിടെ നോക്കിക്കേ, നമ്മുടെ സോഡിയത്തിൻ്റെ കേസിലെടുക്കുകയാണെങ്കിൽ സോഡിയത്തിൻ്റെ നോക്കിയേ ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലൊരു അട്രാക്ഷനുണ്ട്. രണ്ടും സെയിം ഓപ്പോസിറ്റ് ചാർജ് അല്ലേ. ഓപ്പോസിറ്റ് ചാർജസ് ആർ എന്താ ചെയ്യുന്നത്, അട്രാക്റ്റീവാണ് അല്ലേ. അട്രാക്ഷനാണ് അവിടെ നടക്കുന്നത്. എന്നാൽ ഇലക്ട്രോൺ എങ്ങനെയാണ് വരുന്നത്, ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്താ സംഭവിക്കുക, റിപ്പൽഷനാണ് അവിടെ വരുന്നത് അല്ലേ. അപ്പോൾ മൾട്ടി ഇലക്ട്രോൺ ആറ്റത്തിൻ്റെ കേസിൽ റിപ്പൽഷൻ നടക്കുന്നുണ്ട് അവിടെ. രണ്ട് കാര്യം ഇവിടെ നടക്കുന്നുണ്ട്. ഇലക്ട്രോൺ ന്യൂക്ലിയസ് അട്രാക്ഷൻ നടക്കുന്നുണ്ട്, ഇലക്ട്രോൺ റിപ്പൽഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എനർജിക്ക് എങ്ങനെയാണ് വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. എനർജി ഏതിനാണ് കൂടുതൽ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, സോഡിയത്തിൻ്റെ കേസിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടുതലാണ്. ഇവിടെ ഹൈഡ്രജൻ്റെ 1 നമുക്കറിയാം, അറ്റോമിക് നമ്പർ 1. ഹീലിയത്തിൻ്റെ ആണെങ്കിലോ 2, ലിഥിയത്തിൻ്റെ 3. സോഡിയത്തിൻ്റെ കേസിൽ 11 വരുന്നത് അല്ലേ. അപ്പോൾ സോഡിയത്തിൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടുമ്പോൾ സൈസ് കൂടുതലാണ്. അപ്പോൾ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ന്യൂക്ലിയസിൻ്റെ കഴിവ് എങ്ങനെയാണ്, കുറവാണ് അല്ലേ. അപ്പോൾ അവിടെ അതുകൊണ്ട് ഇലക്ട്രോൺ റിപ്പൽഷൻ അവിടെ നടക്കുന്നുണ്ട്. അതായത് ഒരു ഷീൽഡിങ് അവിടെ സംഭവിക്കുകയാണ്. ഷീൽഡിങ് വെച്ചാൽ ഒരു തടസ്സം, അതിനെയാണ് നമ്മൾ ഷീൽഡിങ് എഫക്റ്റ് അല്ലെങ്കിൽ എന്തെന്ന് പറയുന്നത്, പരിരക്ഷണ പ്രഭാവം എന്ന് പറയുന്നത് അല്ലേ. ഇലക്ട്രോണിനും ന്യൂക്ലിയസിനും ഇടയിലൊരു മറ വരികയാണ് അല്ലേ. അതിനെയാണ് നമ്മൾ പരിരക്ഷണ പ്രഭാവം അവിടെ കൂടുതലാണ് കേട്ടോ. ഇലക്ട്രോണിലേക്ക് ഒരു മറ വരുന്നു, അതിനാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഷീൽഡായിട്ട് നിൽക്കുന്നു. ഇലക്ട്രോൺ റിപ്പൽഷൻ അവിടെ ഒരു ഷീൽഡായിട്ട് നിൽക്കുകയാണ്. പരിരക്ഷണ പ്രഭാവം കൂടുതലാണ് സോഡിയത്തിൻ്റെ കേസിൽ കേട്ടോ. അതാണ് ഞാൻ എഴുതിയേക്കുന്നത്. ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റിൽ നിന്ന് നോക്കി എനർജി കൂടുതലാണ്. അങ്ങോട്ട് സോഡിയത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേനും എങ്ങനെയാണ്, അവിടെ സോഡിയത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേനും അപ്പോൾ ഓക്കെ, എനർജിയുടെ കാര്യം ഇതൊക്കെ മനസ്സിലായല്ലോ അല്ലേ. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജും പിന്നെ പരിരക്ഷണ പ്രഭാവം അതൊക്കെയാണ് നമ്മൾ നോക്കിയത് അല്ലേ. ഏത് ഓർബിറ്റലിനാണ് എനർജി കൂടുതൽ കുറവ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കി. ഒക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, നമുക്കിപ്പോൾ അടുത്ത ക്ലാസ്സിൽ ആഫ്ബാത്ത് തത്വവും പൗളിയുടെ അപവർജന തത്വവും അങ്ങനെയുള്ള കുറച്ച് റൂളുകളുണ്ടല്ലോ, അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു.